നമ്മുടെ സിറ്റ് ഔട്ടിന് ഇങ്ങനെ കയറാം, ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കയറാം, അതുപോലെ അപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. അതിന് രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് അല്ലേ. വീടിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഇതും തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ വീടിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടായത് എന്തിനാണ് ഞാൻ ചെയ്തതെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ വീട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ വീട് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തന്ന നമ്മുടെ കനോപ്പി ആർക്കിടെക്ട്സ് താമരശ്ശേരിയിലെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുത്തായിരുന്നു നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സിറ്റ് ഔട്ട് വീടുമ്പോൾ ഇങ്ങനെ കുറച്ച് വിട്ട് നിൽക്കണം എന്നുള്ളത്. സിറ്റ് ഔട്ടിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയാനുള്ള കാര്യം കേട്ടോ, ഈ ഒരു വലിയ തിണ്ണാട്ടോ. അതായത് ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടോ ഇതൊന്നും ഇപ്പോൾ മോഡേൺ വീടുകൾക്കില്ല, ഇതൊരു പഴയ സ്റ്റൈലാണെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കേട്ടോ, നമുക്ക് സ്റ്റൈല് പുതിയതാവണമെന്നൊന്നുമില്ല, പുതിയ ട്രെൻഡിൻ്റെ കൂടെ പോകണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. വീട് പണിയുടെ ഒരു കേസും നമ്മൾ ട്രെൻഡിൻ്റെ കൂടെ പോയിട്ടില്ല. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് പേര് വന്നു കഴിഞ്ഞിട്ട് 10-15 പേർക്ക് നിരന്നിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രസം ഒന്നും കിട്ടൂല. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഈ സിറ്റ് ഔട്ടിൻ്റെ റൂഫ് എന്താണെന്നുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മുടെ സാധാരണ ഓട് തന്നെയാണ്, ഉള്ളിൽ നമ്മളൊരു സീലിംഗ് ഓടും കൂടി ചെയ്തിട്ടുണ്ടോ. എല്ലാം ടെറാക്കോട്ടയാണ് കേട്ടോ, കളിമണ്ണ് കൊണ്ടുള്ള ഓട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഒരു ഡിസൈനർ ടൈല് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കാണാം നിങ്ങൾക്ക്. ഇത് ഒരു പ്ലാനൊന്നും ആയിരുന്നില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെറിയ വർക്ക് എടുത്ത സമയത്ത് ഇതിൻ്റെ 2-3 ഓട് പൊട്ടി അല്ലേ. ഈ സീലിംഗ് ഓടില്ല, അകത്ത് വെച്ച ഓട് 2-3 പൊട്ടി. അപ്പോൾ ഞാൻ നമ്മുടെ ആ ലൈബ്രറി റൂമിലേക്ക് വാങ്ങിച്ചൊരു ടൈൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫ്ലോറിലേക്ക് വാങ്ങിച്ച ടൈൽ ഒരു ബോക്സ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കറക്റ്റ് ഈ സ്പോട്ടത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരെണ്ണെടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 10 സ്പോട്ടുകൾ ചൂസ് ചെയ്തു, റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് അവിടെ ആ സംഗതിയാണ് മാറ്റി വെച്ച് കണ്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓരോന്ന് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. നമ്മൾ രാത്രിയൊക്കെ അവിടെ ഇരുന്നിട്ട് ഈ ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ മൊത്തത്തിൽ അവിടെ ഇരുന്നിട്ട് ഒരു വ്യൂ നല്ല ഭംഗിയായിട്ട് ചെയ്തതുപോലെ തോന്നുന്നു ആൾക്കാർ കാണുമ്പോൾ പറയും. പക്ഷെ ഇങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട്. പിന്നെ നമ്മളൊരു ഫിഷ് പോണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, നമ്മൾ അന്നൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അത് ഫിനിഷ് ആയിട്ടില്ല, അതിൽ കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് ഈ 2 ഭാഗത്തും പിന്നെ ഇതാ ഈ പാലത്തിന്റെ അടിയിലും ആ ബോണ്ട് തന്നെയാണ്. നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഈ വേറിട്ട് നിൽക്കുന്ന സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം.